തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായി ശ്രീ എ സജീവൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ എ സജീവൻ, അങ്ങനെ ആ ഘട്ടം വരെ എത്തിയതാണ്, ഒരു അസോസിയേറ്റഡ് അംഗത്വം എന്ന നിലയിലേക്ക് വരെ എത്തിയിടത്ത് നിന്നാണ് ഇത് ഒരുപക്ഷെ മറ്റ് ഭാഗങ്ങളിൽ തിരിച്ചടിക്കുമെന്നൊരു തിരിച്ചറിവിൽ വെൽഫെയർ പാർട്ടിയുമായി ഇത്തവണ വലിയ ബന്ധത്തിനൊന്നും പോകണ്ട, രഹസ്യമായോ പരസ്യമായോ ബന്ധത്തിന് പോകില്ല എന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് കൊടിയത്തൂരിലായാലും കഴിഞ്ഞ ദിവസം മലപ്പുറം കോഡൂരിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈരാറ്റുപേട്ടയിലൊക്കെ നടക്കൽ, മാതാക്കൽ തുടങ്ങിയ വാർഡുകളിലൊക്കെ പോസ്റ്റർ അടിച്ചിട്ടുള്ളത് UDFന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന പേരിലാണ്. ചുരുക്കത്തിൽ എന്താണോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ പ്രഖ്യാപനത്തിൽ ഇതൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് ധൈര്യമായി ഞങ്ങൾ അവരുടെ പിന്തുണ തേടുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും പറയാൻ UDF തയ്യാറാവണ്ടേ? ഈ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമുണ്ടോ? UDF, പ്രത്യേകിച്ച് UDFലെ പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായിട്ടുള്ള മുസ്ലിം ലീഗ് ഏറ്റവും അധികം ഭയപ്പെടുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ലീഗിനകത്ത് ഉള്ള EK വിഭാഗത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ EK വിഭാഗത്തിന്റെ മുഷാവറ യോഗത്തിൽ അവരെടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വെൽഫെയർ പാർട്ടി തീവ്ര രാഷ്ട്രീയമുള്ളതാണ്. വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി തീവ്ര വർഗീയ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണെന്നാണ്. രണ്ട് പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് RSSനെ കുറിച്ചാണ്, രണ്ടാമത്തത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. പിന്നീട് അതിന്റെ തന്നെ പിന്നീട് വരുന്ന രീതിയിൽ ഇപ്പം NDFനെ പോലുള്ള, പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇത് അതിതീവ്ര നിലപാടെടുക്കുന്നു, അത് അനിസ്ലാമികമായിട്ടുള്ള നിലപാടാണ് എന്നൊക്കെയാണ് EK വിഭാഗത്തിന്റെ മുഷാവറ യോഗം കൃത്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പരസ്യമായിട്ട് മുസ്ലിം ലീഗിനെ നമുക്കറിയാം, EK വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിന്റെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം. അപ്പൊ അങ്ങനെ ഈ മുസ്ലിം ലീഗ് ഈ EK വിഭാഗത്തിന്റെ മുഷാവറ തീരുമാനത്തിന് അപ്പുറത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിട്ട് മാറും. ആ തിരിച്ചടിയായിട്ട് മാറിയത് നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഭയം എന്തായാലും മുസ്ലിം ലീഗിനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആ രീതിയിലേക്ക് നിലപാടെടുക്കുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് നമുക്കറിയാവുന്ന പോലെ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യം ജമാഅത്തെ ഇസ്ലാമി തീവ്ര മതരാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടുണ്ട്, അവർ മതരാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമല്ല എന്നാണ്. അതിന് കാരണം കൂടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ അമീർ ഞങ്ങൾ ഈ മതരാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ല എന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് VD സതീശൻ ഈ നിലപാടെടുത്തത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതിന്റെ അടിസ്ഥാന തത്വം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. വെറുമൊരു സാമുദായിക സംഘടനയല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൗദൂദി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ലോകത്തെങ്ങും ജമാഅത്തെ ഇസ്ലാമി ഇതേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇസ്ലാമിക തത്വങ്ങൾ, ഇസ്ലാമികമായിട്ടുള്ള ഭരണകൂടം എന്നതിനെ കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുവെയുള്ള നിലപാട്. ഇന്ത്യയിൽ അവർ ആ നിലപാടിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന, ഇന്ത്യയിൽ അങ്ങനെ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം അത് മനസ്സിലാക്കിയിട്ട് നമുക്കറിയാവുന്ന പോലെ സിമി എന്ന് പറയുന്ന സംഘടന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ആ സംഘടന നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇങ്ങനെ അത് പരസ്യമായി പറഞ്ഞാലുണ്ടാവുന്ന പ്രത്യാഘാതം കൊണ്ടാണ് അവർ ആ നിലപാട് ഞങ്ങൾ മതരാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും അവരുടെ ഈ അടിസ്ഥാന തത്വം, മൗദൂദി രൂപീകരിച്ചിട്ടുള്ള അടിസ്ഥാന തത്വം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിൽ VD സതീശനെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും സഖ്യം ഉണ്ടാക്കണം എന്നുള്ള നിലപാടുകാരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സഖ്യങ്ങൾ പല സ്ഥലത്തുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ തന്നെ UDFന് അനുകൂലമായിട്ട് നിലപാടെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് അവരുടേതായിട്ടുള്ള സ്വതന്ത്രനായിട്ട് നിൽക്കും. പല സ്ഥലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളാണ്. അപ്പൊ UDF താങ്കൾ പറഞ്ഞ പോലെ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊരു വാലും കൂടി വെച്ചു കൊടുത്തിട്ട് പിന്തുണ കൊടുക്കും. മറിച്ച് ഇപ്പുറത്തേക്ക് ഈ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക്, കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഴുവൻ വോട്ടും കിട്ടും. ഈ തന്ത്രം അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന തന്ത്രം തന്നെയാണ്. അത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ CPM ഒക്കെ ഈ രീതിയിൽ പിന്തുണ നേടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴവർ വേണ്ടെന്ന് പറയുന്നുണ്ട്.
അതേപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ ഇപ്പോൾ UDF കഴിയുന്നില്ല. അത് ഒരു പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ ആണ് UDF പിന്തുണയ്ക്കുന്നതെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് അതൊരു വലിയ തിരിച്ചടിയായിട്ട് മാറും. കാരണം EK വിഭാഗം വളരെ കടുത്ത നിലപാടിൽ നിൽക്കുന്ന ആളുകളാണ്. അവര് ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ തയ്യാറാവാൻ സാധ്യത വളരെ കുറവാണ്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൊതുവെ വലിയ ആശങ്കയുണ്ട്. അവരിൽ നിന്ന് കോൺഗ്രസ് അകന്നാണ് നിൽക്കുന്നത് എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു സഖ്യമുണ്ട്, അല്ലെങ്കിൽ പറയാതെ ഇങ്ങനൊരു സഖ്യം കൊണ്ട് നടക്കുന്നുണ്ട് എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു അകന്നു പോക്ക് അതിനും സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ 2021 കണ്ടതാണല്ലോ. ഈ പറയുന്ന രൂപത്തിൽ സമസ്തയുടെ EK വിഭാഗത്തിന്റെ നിലപാടും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ നിലപാടും UDF വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ് ഈ LDF 8 സീറ്റ് കൂടുതൽ വാങ്ങിയത്. സത്യത്തിൽ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ ആ ഭരണവിരുദ്ധ വികാരങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന രൂപത്തിൽ ഈ ഒരു UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നിലപാട് കൊണ്ട് അവർക്ക് നഷ്ടമുണ്ടായി. ആ നഷ്ടം ഇനി 2026 ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, ഈ കേരളത്തിൽ നിന്നുള്ള മെത്രാന്മാരായിട്ടുള്ള പല ആളുകളും ഈ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ പ്രധാനമന്ത്രിയെ പോയി കണ്ടിരുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് അവരെ കൊണ്ടുപോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ട അവരോടൊപ്പം ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ അവരോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നു. അവര് പ്രധാനമന്ത്രിയെ കണ്ടിട്ട് വളരെ സൗഹാർദ്ദത്തിൽ പിരിയുന്നു. ഇങ്ങനെയൊക്കെ സഭയുടെ പിന്തുണ ഒരു പക്ഷേ ഇങ്ങനെ ഈ തരത്തിൽ ഇസ്ലാമിക പ്രീണനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പ്രീണനം എന്ന് പറയുന്ന ഒരു നിലപാട് UDF ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ UDF വളരെ കടുത്ത പിന്തുണ ഉണ്ടായിരുന്നത്, ശക്തമായ അടിത്തറയായിരുന്നത്, അടിത്തറകളിൽ ഒന്ന് ഈ ക്രിസ്ത്യൻ വോട്ടായിരുന്നു. ആ ക്രിസ്ത്യൻ വോട്ട് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് BJP പോലും പോകാം. സ്വാഭാവികമായ ശ്രീ സജീവൻ, ഇപ്പോൾ ഈ ശബരിമലയിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ശബരിമല വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന, വോട്ടർമാരുടെ ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാരായ വോട്ടർമാരെ അടക്കം സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് എന്നത് നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായതാണ് കഴിഞ്ഞ തവണ. അതിനുശേഷം അതുപോലൊരു സാഹചര്യം വരുന്നുണ്ട്. ശബരിമല സംബന്ധിച്ച് ഇത്രയേറെ വാർത്തകൾ നിറയുന്ന ഒരു സമയത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി അത് ഗുണം ചെയ്യേണ്ടത് കോൺഗ്രസിനാണ്. പക്ഷേ ഇത്തരം നിലപാടുകൾ ഒരുപക്ഷെ അതിന്റെ ഗുണം പോലും കോൺഗ്രസിന് ഇല്ലാതാക്കില്ലേ? തീർച്ചയായിട്ടും. അന്ന് സത്യത്തിൽ 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ വികാരം പ്രത്യേകിച്ച് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ഈ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിക്കെതിരെയുള്ള വലിയൊരു ഗഡ്ബന്ധൻ ഉണ്ടാവുന്നു. അതിന്റെ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ട്. അപ്പൊ അടുത്ത പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഉള്ള ഒരു വികാരം സ്വാഭാവികമായിട്ട് കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അത് ശബരിമല പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നത്തിലെ വലിയൊരു കുറെയൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ അതേപോലെ രാഹുൽ ഗാന്ധി 2019 അത് കഴിഞ്ഞ് 2024 വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാതെ പോയൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വികാരത്തിന്റെ പ്രശ്നം വരുന്നില്ല ഇവിടെ. മാത്രമല്ല അത് കഴിഞ്ഞ് ശ്രീ സജീവൻ, നമുക്ക് ഈ പോയിന്റിലേക്ക് തിരിച്ചെത്താം.